ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഫോണില് ഒരു കോള് വന്നു. എന്നെ ആരെ വിളിച്ചത്? ഉമ്മ, നാട്ടിലുള്ളതേ. എന്തിനാ ഈ നേരത്തെ എന്നെ വിളിച്ചത്? അവൾ എന്തോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒന്ന് നോക്കാൻ പറഞ്ഞു. എന്ന് നോക്ക്. ഇവിടെ ഒട്ടും റേഞ്ച് ഇല്ല, നമുക്ക് പുറത്തു പോയി നോക്കാം. വാ. ജയിലിൽ നിന്ന് റിമാൻഡ് പ്രതി രക്ഷപ്പെട്ടതായി സൂചന. കൊലപാതക കേസിന്റെ വിചാരണയിലുള്ള പ്രതിയാണ് രക്ഷപ്പെട്ടതെന്ന് ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. രക്ഷപ്പെട്ട പ്രതി ആരാണെന്ന് ജയിൽ അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്നാണ് ഉന്നത വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ജയിൽ അധികൃതരുടെ അനാസ്ഥയിൽ രക്ഷപ്പെടുന്ന ഇത്തരം പ്രതികൾ സാധാരണക്കാരുടെ സ്വൈര ജീവിതത്തിന് ഭീഷണിയാകുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത്. ഇതിനു മുമ്പും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു ജയിൽ ചാടിയ ആൾ. പോലീസിനെ കബളിപ്പിച്ച് നടന്ന പ്രതി. രഘുവേട്ട, ഈ പറഞ്ഞ ജയിലിലല്ലേ ജീവൻ? അതെ സാർ, ഹരിസാരോടെ നിത്യയോടെയും കല്യാണത്തെ പറ്റി அந்த வீணா ஜீவன்கிட்ட சொல்லியிருக்கேன் சார். கண்டிப்பா இந்த விவரம் அவருக்கு தெரிஞ்சிருக்கு சார். சார், ഇത് അവരായിരിക്കും സാർ. രഘുവേട്ട, ഇതില് സംശയമൊന്നും വേണ്ട. ജയിലിൽ ചാടിയിരിക്കുന്നത് ജീവൻ തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഏത് നിമിഷം അവൻ ഇവിടെ എത്തും. സംശയിക്കുന്നതിൽ തെറ്റില്ല. പുറത്തുനിന്നും കൃത്യമായ വിവരങ്ങൾ എത്തുന്നുണ്ട്. അവിടെയും വിവാഹത്തിന്റെ വിവരങ്ങൾ എത്തിയിരിക്കും. അപ്പൊ ഈ വിവാഹം മുടക്കാനായി കൃത്യമായിട്ട് അവനെത്തും. നിത്യയുടെ ജീവനാണല്ലോ അവന്റെ ടാർഗറ്റ്. എന്തായാലും തന്റെ കൂട്ടുകാരി ഇത് അയച്ചു തന്നത് നന്നായി. നമുക്കൊന്ന് കരുതിയിരിക്കാമല്ലോ. എല്ലാം സമാധാനമായി ഒത്തുവന്നെന്നും പറഞ്ഞ് ഒന്നുറങ്ങാൻ തുടങ്ങായിരുന്നു നമ്മള്. ആ ഉറക്കം കൂടി അവൻ ഇല്ലാതാക്കിയത് കണ്ടോ? ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് അവനാണെങ്കിൽ പോലും നമ്മൾ തീരുമാനിച്ചതിലൊന്നും മാറ്റമില്ല സുജാതെ. ഇനി ഈ കുടുംബത്തിലെ ഒരാളെ അവനെ ആക്രമിക്കാൻ വന്നാ പിന്നെ അവൻ ജീവനോടെ ബാക്കിയുണ്ടാവില്ല. ശരവണ സാർ, ഇന്ന് നമുക്ക് ഉറക്കമില്ല. ഈ 2 വീടുകൾക്കും നമ്മൾ കാവലുണ്ടാവണം. കണ്ടിപ്പാ സാർ. സുജാത പോയി കിടന്നു. ഞങ്ങൾ പുറത്തുണ്ടാവും. എനിക്ക് ജീവനുള്ളപ്പോ നിത്യമോളെ അവൻ തൊടില്ല സുജാതെ. പോയി കിടന്നു. പോങ്കമ്മ.